ബിരിയാണി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും നോക്കിയാലും ബിരിയാണി ധാരാളം ടൈപ്പ് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോർത്ത് കേരള സ്റ്റൈലുള്ള അയല ബിരിയാണിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അയല ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അയല ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അയലയ്ക്ക് വേറെ ഏത് മീനും ഉപയോഗിക്കാം. നോർത്ത് കേരളയിലൊക്കെ വളരെ പോപ്പുലറാണ് അയല ബിരിയാണി. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ അയലയാണ്. അപ്പോൾ അയലയുടെ തലഭാഗം മാറ്റിയിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു 7 അയല ഉണ്ടാവും. ഇതാദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഈ ബോളിലേക്ക് നമുക്ക് മാരിനേഡല്ല അരപ്പെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഹീപ്ഡായിട്ട് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരൂടെ ചേർക്കണം. ഒരു നാരങ്ങയുടെ നീരൂടെ ചേർക്കാം. ഒരു നാരങ്ങയല്ല, ഒരു നാരങ്ങയുടെ പകുതി. ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ തന്നെ ഒരു 2 ടീസ്പൂണോടെ ചേർക്കാം. അയല ഓരോന്നും മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം മീനിൽ നന്നായിട്ട് അരപ്പ് വരട്ടി ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ബിരിയാണിയുടെ ഗാർണിഷിനായിട്ടും മസാലയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് സവോള വറുത്തെടുക്കണം. അപ്പോൾ അരപ്പ് പിടിക്കുന്നവരെ മീൻ മാറ്റി വെച്ചേക്കാണ് അരപ്പ് പിടിക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവോള വറുത്തെടുക്കാം. ഇവിടെ വേണ്ടത് ഒരു വലിയ സവോളയാണ്. ഉള്ളി വറുക്കാനായിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു വലിയ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കാം. നല്ല ക്രിസ്പ് ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. എപ്പോഴും സവോള വറുത്ത് കഴിയുമ്പോൾ ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കി എടുക്കുക. ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഡാർക്കാവും. നമ്മൾ ഉള്ളി ഇതേപോലെ നല്ല മുരിച്ച് വറുത്തെടുത്തു. ഇനിയും നമുക്ക് ഈ സെയിം എണ്ണയ്ക്കകത്ത് മീൻ വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ കൂടുതലായതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ മാറ്റുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച എണ്ണ നല്ല ഫ്ലേവറുള്ള എണ്ണയാണ്. കാരണം നമ്മൾ ഉള്ളി വറുത്തുകൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് റൈസിനോ അല്ലെങ്കിൽ മസാലയ്ക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം ടേൺ ചെയ്യാം. രണ്ട് സൈഡും ഈ ഒരു പരുവം വരെ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത സെയിം ഓയിൽ ഞാൻ കുറച്ച് ഉപയോഗിക്കുക. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് ഒരു ബേ ലീഫ്, 2-3 കഷ്ണം കറുവാപ്പട്ട, സിനമൺ, 4-5 ഏലക്ക, കടമും, അതേപോലെ ഒരു 6-7 ക്ലോവ്സ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം കളഞ്ഞ് വെച്ച് അരിയും കൂടെ ചേർക്കാം.
ഞാൻ എടുത്തേക്കുന്ന 3 കപ്പ് അരിയാണ്. ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. കൈമ റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. കൈമ റൈസോ അല്ലെങ്കിൽ ജീരശാല റൈസൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബസ്മതി വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് നോർത്ത് കേരള സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉപയോഗിച്ചേക്കുന്നത്. അരി ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഈ അരി ചെറുതായിട്ട് പൊട്ടുന്നൊരു ശബ്ദം വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 1 കപ്പിന് 1.25 എന്നുള്ള കണക്കിലാണ് ഇന്ന് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പിന് 5.25 കപ്പ് വെള്ളം, ചൂടുവെള്ളം ഉപയോഗിക്കുക. അഞ്ചേകാൽ കപ്പ് വെള്ളം ചേർത്തു. നല്ലൊരു തിള വരണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക. ഇവിടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം എണ്ണയാണല്ലോ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. ഞാൻ 2.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ലൊരു തിള വന്ന ശേഷം അടയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് വെള്ളം എല്ലാം പറ്റി ഒരു 3/4 പറ്റി വരുന്നൊരു സ്റ്റേജാണ് നോക്കുന്നത്. അപ്പോൾ റൈസ് ഇവിടെ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഈ പാത്രത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നത്. അപ്പോൾ സെയിം കുക്ക് വെയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ബാക്കി ഓയിൽ യൂസ് ചെയ്യുക. ഇത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 വലിയ സവാള എടുത്തേക്കുന്നത് അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റാം. ആ സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളി, ഇതേപോലെ ഈ വലുപ്പത്തിൽ 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് മുളക് ചേർക്കാം. ഞാനൊരു 8 മുളക് യൂസ് ചെയ്തു. അതേപോലെ ചുമന്നുള്ളി ഒരു 15 എണ്ണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് അരയേണ്ട ഈ ഒരു പരുവത്തിനായാൽ മതി. റൈസ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം വെച്ചു. ചെക്ക് ചെയ്യാം. നോക്കിയാൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ചെറിയ വെള്ളമയമുണ്ട്. ആ ഒരു പരുവത്തിനായിരിക്കുന്നത്. ഇതിനി ഓഫ് ചെയ്യാം. ബാക്കി വേവ് അടഞ്ഞിരുന്ന സ്റ്റീമിൽ തന്നെ കുക്കായിക്കോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് തന്നെ വെക്കുക. ഇപ്പോൾ സവാള ഇതേപോലെ ചെറിയൊരു കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് ചേർക്കാം. ഈ ചതച്ച് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയം എടുക്കും. എണ്ണ ഇച്ചിരി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യുവാണ്. സൺഫ്ലവർ ഓയിലാണ്. 1.5 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത്. ഇപ്പം പച്ചമണം എല്ലാം മാറി. ഇനി മസാല ഇടാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/8 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി.
ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ് അതോടെ ചേർക്കാം. അതിനൊപ്പം ഒരു പിടി, ചെറിയൊരു പിടി മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ടാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതേപോലെ കുറച്ച് ഉപ്പും കൂടെ, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. ഇനി ടൊമാറ്റോസ് എല്ലാം വെന്തുടയണം, അതുവരെ ഒന്ന് വഴറ്റുക. ടൊമാറ്റോസ് എല്ലാം വെന്തുടഞ്ഞ് കഴിയുമ്പോൾ മുഖത്തേക്ക് വെള്ളം ചേർക്കാം, ചൂടുവെള്ളം. ഞാനൊരു 3/4 കപ്പ് വെള്ളം ചേർത്തു. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഉപ്പ് ഒരു 1/2 ടീസ്പൂണോട് ഉപ്പ് ചേർത്തിട്ടുണ്ട് മസാലയ്ക്ക്. ഇനിയും ഇതിനകത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് മീൻ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയുടെ ചെറിയ പിടിയും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. മീൻ ഓൾറെഡി കുക്ക്ഡാണ്, പക്ഷേ മസാലയുടെ ഫ്ലേവർ മീനിലേക്ക് പിടിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടും ടേൺ ചെയ്യുക. മീനായതുകൊണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് ചോറ് ചേർക്കാം. സെയിം പാത്രത്തിൽ വെച്ച് തന്നെ നമ്മൾ ദം ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇതിൻ്റെ പുറത്തേക്ക് റൈസ് ചേർക്കാം. അപ്പോൾ നോക്കിയാൽ റൈസിലെ വെള്ളമയം എല്ലാം പോയി നല്ല വിട്ട് വരുന്നുണ്ട്. ഇതിലെ സ്പൈസസ് കാണുന്നത് നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. ഒരു റൈസ് ഇട്ട ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഫ്രൈഡ് അണിയൻസ്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയില, വീണ്ടും റൈസ് ഇടാം. വീണ്ടും ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാൻ വെക്കാനായിട്ട് ഈ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നിറത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ നെയ്യ്, അതോടെ ഒന്ന് ചുറ്റിച്ചിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പശുമ്പാലാണ്. പശുമ്പാലോ തേങ്ങാപ്പാലോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. ഇനി അടച്ചു വെച്ച് ദം ചെയ്ത് എടുക്കാം. പാലൊഴിച്ച ശേഷം വീണ്ടും കുറച്ച് ഫ്രൈഡ് അണിയൻസ് മേലെ ഇടാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ ദം ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടും ദം ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആവി ഇതുവരെ വരുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ നോക്കുക. അപ്പോഴത്തേക്ക് ദമ്മായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും ഒരു സേഫർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ പാത്രം അതിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ അടുക്കി പിടിക്കാണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പാത്രം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക.
അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആവി ഇതുവരെ വരുന്ന ഈ ഗ്യാപ്പിൽ കൂടെ വരുന്ന ഒരു സ്റ്റേജ് വരെ ദം ചെയ്തെടുക്കും. നല്ല ഒരു ആവി ഇതേപോലെ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഇതേപോലെ നല്ല സ്റ്റീം വരണം. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം മീൻ ആയതുകൊണ്ട് തന്നെ റൈസ് മേലേന്ന് മാറ്റാം ആദ്യം. അത് മീൻ അടിയിലേക്ക് വെക്കുകയാണ്. പൊടിയാതെ ഇതേപോലെ എടുക്കും. ഇതിൻ്റെ മേലേക്ക് റൈസ് ഇടാം. മസാലയുള്ള കുറച്ച് റൈസ് ഇടാം. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആദ്യം റിസർവ് ചെയ്ത് വെച്ച് മേലേന്ന് എടുത്ത റൈസ് ഇടാം. അല്ലെങ്കിൽ ഒരു സൈഡിൽ മീനും ഒരു സൈഡ് ചോറ് വെച്ചിട്ടും സെർവ് ചെയ്യാം. ആ രീതിയിലാണ് യൂഷ്വലി നോർത്ത് കേരളയിലൊക്കെ സെർവ് ചെയ്യുക. ഈ ഫ്രൈഡ് ഓണിയൻസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില യൂസ് ചെയ്യാം, മസാലയിൽ ഉപയോഗിക്കാം, കുറച്ച്, വളരെ കുറച്ച്. അതേപോലെ നട്ട്സും റൈസിൻസും വെച്ചിട്ട് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുമ്പം 15-20 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും ടൈം വ്യത്യാസം വരും. നമ്മൾ ഉപയോഗിക്കുന്ന കുക്ക് വെയർ അല്ലെങ്കിൽ ബേണറിൻ്റെ ഹീറ്റ് ഒക്കെ വെച്ചിട്ട് കുക്കിംഗ് ടൈം എപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. എപ്പോഴും സ്റ്റീം മേലേക്ക് വരുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ദമ്മാകുക. അത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.